കൃഷ്ണ ഗുരുവായൂരപ്പ ശരണം. പൊന്നു ഗുരുവായൂരപ്പൻ ഉച്ചപൂജ കളഭാലങ്കാരം എല്ലാം ഭംഗിയായിട്ട് നടന്നു. ഗുരുവായൂരപ്പ അനുഗ്രഹിക്കണേ, ഞങ്ങളെ കൂടെ ഉണ്ടാവണേ. ഇന്നത്തെ കളഭാലങ്കാരം കാണാൻ നല്ല കൗതുകമുണ്ട്. അകത്തേക്ക് നോക്കിയാൽ നെയ്വിളക്കിന്റെ ശോഭന കണ്ട തിളങ്ങാണ് ശ്രീലകത്ത്. അത്ര രസമായിട്ടാണ് ചാർത്തിരിക്കണത്. ആ കുഞ്ഞു കാലുമേലതാ പൊൻതളകൾ ചാർത്തിയിട്ടുണ്ട്. കളഭ കളറുള്ള പട്ട്, കളഭത്തിന്റെ നല്ല പട്ടിന്റെ മുകളിങ്ങനെ കസവങ്ങനെ ഒട്ടിച്ചിട്ട് അങ്ങനെ നല്ല ഭംഗിയെ കാണാം. അങ്ങനത്തെ ഒരു പാളസാറ് പോലെ എടുത്തിട്ട് വലിയ ആളായിട്ട് തന്നെയാണ് നിൽക്കുന്നത്. അരയിലേക്ക് ഇങ്ങനെ കാണാണ്ട് കഴുത്തിന് നല്ല ഭംഗിയുള്ള ഒരു മാങ്ങാമാല, ഒരു ലക്ഷ്മി മാല, കഴുത്തിനോട് ചേർന്ന് വളയം പോലത്തെ മാലയൊക്കെ ചാർത്തിയിട്ടുണ്ട്. ആൾ നല്ല പ്രൗഢിയോടുകൂടി ഗാംഭീര്യത്തോടുകൂടി തന്നെയാണ്, നല്ല ഭംഗിയുണ്ട് കാണാൻ. അതുപോലെ കൈവളകൾ, തുളവളകൾ അതൊക്കെ കസവിനെ അങ്ങനെ ഒട്ടിച്ചത്, അതും നല്ല രീതിയിൽ, അതും നല്ല തിളക്കാണ്. അങ്ങനെ എല്ലാം തിളക്കിയും കൊണ്ടാണ് ശ്രീലകത്തേക്ക് നോക്കി. മാലകളും വേഷങ്ങളും ഒക്കെ അങ്ങനെ തിളക്കം കൊണ്ടാണ്. അമ്പും വില്ലും പിടിച്ചുകൊണ്ടാണ് നിൽക്കുന്നത്. ശ്രീരാമസ്വാമിയായിട്ട് അന്ന് ശ്രീലകത്ത് നമ്മുടെ പൊന്നു ഗുരുവായൂരപ്പൻ നിൽക്കുന്നത് കേട്ടോ. അതാണ് വലിയൊരാളായിട്ട് നല്ല നല്ല പ്രൗഢിയോട് കൂടിയിട്ടാണ് നിൽക്കുന്നത്. ചെവിയിൽ ചെവിപ്പൂക്കൾ, നെറ്റിയിൽ സ്വർണ്ണഗോപി, നല്ല മന്ദഹാസത്തോടു കൂടിയിട്ടാണ് ശ്രീരാമസ്വാമി നിൽക്കുന്നത്, അമ്പും വില്ലും പിടിച്ചിട്ട്. പൊന്നിൻകിരീടം ചാർത്തിയിട്ടുണ്ട്. പൊന്നിൻകിരീടത്തിന് മുകളിൽ 2 തിരുമുടി മാലകൾ ചാർത്തിയിട്ടുണ്ട്. 3 തിരുമുടി മാലകൾ ചാർത്തിയിട്ടുണ്ട്. തെച്ചിയും തുളസിയായിട്ടുള്ളതൊന്ന്, പിന്നെ വെളുത്ത പൂവിൻ്റെ മുകളിൽ ചുവന്ന പൊട്ട് കൊടുത്ത് അങ്ങനത്തെ ഒന്ന്, പിന്നെ വെളുത്ത പൂവും തെച്ചിപ്പൂവും തുളസിപ്പൂവായിട്ടുള്ളതൊന്ന്, അങ്ങനെ 3 തിരുമുടി മാലകളാണ് ചാർത്തിയിരിക്കുന്നത്. അതുപോലെ കഴുത്തിൽ നല്ല ഭംഗിയുള്ള 2 ഉണ്ടമാലകൾ ചാർത്തിയിട്ടുണ്ട്. ഒന്ന് തെച്ചി തുളസി വെളുത്ത പൂ അങ്ങനെ നല്ല കട്ടിയായിട്ട് നല്ല ഭംഗിയായിട്ട്, മറ്റു താമരയും തുളസിയായിട്ടുള്ളത്, കുറച്ച് തെച്ചി ഇടയിലായിട്ട് അങ്ങനെയായിട്ട്, അങ്ങനെ 2 ഉണ്ടമാലകളും 3 തിരുമുടി മാലകളും ചാർത്തിയിട്ടുണ്ട്. ശ്രീരാമസ്വാമി നല്ല രാജകുമാരനായിട്ട് തന്നെയാണ് നിൽക്കുന്നത്, നല്ല ഭംഗിയായിട്ടാണ് നിൽക്കുന്നത്, നല്ല കൗതുകമുണ്ട് കാണാൻ. അതുപോലെ തിരുമുടി മാലകളുടെ മുകളിൽ വിധാനമായിട്ട് 5-6 ഉണ്ടമാലകൾ ചാർത്തിയിട്ടുണ്ട്. തെച്ചിയും തുളസിയായിട്ടുണ്ട് 1 ഉണ്ടമാല, പിന്നെ താമരയും തുളസിയായിട്ട് 2 എണ്ണം, പിന്നെ വെളുത്ത പൂവും തുളസിയായിട്ട് 1 എണ്ണം, പിന്നെ കണ്ണന് പ്രിയപ്പെട്ട തുളസി പൂകൊണ്ടുള്ള 2 എണ്ണം, അങ്ങനെ 5-6 ഉണ്ടമാലകൾ വിധാനമായിട്ടും ചാർത്തിയിട്ടുണ്ട്. ശ്രീലകത്തേക്ക് നോക്കിയാൽ ശ്രീരാമ പ്രഭു ശ്രീരാമ രാമ രാമ ശ്രീരാമ രാമ രാമ അങ്ങനെ നല്ല ഭംഗിയായിട്ടാണ് ചാർത്തിരിക്കുന്നത്, നല്ല കൗതുകമുണ്ട് കാണാൻ. ശ്രീരാമസ്വാമിയായിട്ട് നിൽക്കുന്നത് കാണാൻ. ഈ ഉണ്ടമാലകളുടെയും തിരുമുടി മാലകളുടെയും നടുവിൽ അമ്പും വില്ലും പിടിച്ചിട്ടാണ് നിൽക്കുന്നത് ശ്രീരാമസ്വാമി. അന്യന്മാർക്കു സുഖം വരാനിടവിടാതെന്തെങ്കിലും ചെയ്യണം, തന്നെ കൊണ്ടൊരു ഉപദ്രവവും വരരുതേ മറ്റാർക്കും എന്നോർക്കണം. കണ്ണൻ തൻ ചരിതാമൃതം നുകരണം, നിർവ്യാജമാം ഭക്തിയോ ഉടെന്നാൽ ബുദ്ധികൾക്ക് തൊട്ടു സിദ്ധികൾ വരെ സർവം കരസ്ഥം സുഖം. ഗുരുവായൂരപ്പ അനുഗ്രഹിക്കണേ. ശ്രീലകത്തത ശ്രീരാമസ്വാമി അനുഗ്രഹിച്ചുകൊണ്ടാണ് നിൽക്കുന്നത്. ആ ശ്രീരാമസ്വാമിയുടെ രൂപം മനസ്സിൽ വിചാരിച്ചിട്ട് ആ തൃപ്പാദത്തിൽ അങ്ങോട്ട് വീണ് നമസ്കരിക്കാം. രാമ അനുഗ്രഹിക്കണേ, ശ്രീരാമസ്വാമി അനുഗ്രഹിക്കണേ, രാമ 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 എന്ന് ജപിച്ച് വീണ് നമസ്കരിക്കുക തന്നെ. 2 തൃപ്പാദം മുറുകെ കൊടുത്തിട്ട് ആ തിരുമുഖം നോക്കി നമ്മുടെ പൊന്നുണ്ണിക്കണ്ണനാണ് ശ്രീരാമസ്വാമിയായിട്ട് ശ്രീലകത്ത് നിൽക്കണേ. എന്തൊരു കൗതുകാരയോ കാണാൻ. നമുക്ക് ആ തിരുമുഖം നോക്കി ഉറക്ക നാമം ജപിക്കാം. കണ്ണൻ നമ്മുടെ കൂടെ ഉണ്ട് കേട്ടോ. നാരായണ 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 ഹരേ ഹരേ.